നമ്മുടെ മുന്നിൽ ഒരാൾ ഇങ്ങനെ ഇലക്ട്രിക് ഷോക്ക് അടിച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും അവരെ ഡയറക്റ്റ് ആയിട്ട് തുടരുത്. തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് ഷോക്ക് അടിക്കും, നമ്മളും മരണപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആദ്യം തന്നെ സ്വിച്ച് ഓഫ് ആക്കാൻ പറ്റുന്ന എന്തെങ്കിലും സാഹചര്യം ഉണ്ടോ നോക്കുക. ഇനി അതില്ല എന്നുണ്ടെങ്കിൽ കറണ്ട് കണ്ടക്ട് ചെയ്യാത്തൊരു വസ്തു നമ്മൾ പെട്ടെന്ന് തന്നെ കണ്ടക്ട് ചെയ്തിട്ട്, അത് മരമോ അതല്ലെങ്കിൽ പ്ലാസ്റ്റിക്കോ എന്തോ ആവും, ഒരിക്കലും നമ്മൾ അടിക്കുമ്പോൾ ഈ രീതിയിൽ മുകളിൽ നിന്ന് താഴത്തേക്ക് അടിക്കരുത്. കാരണം അത് വിട്ടുപോരില്ല. അപ്പൊ ചെയ്യേണ്ട എന്താണ്, നേരെ തിരിച്ച് താഴെ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, ഈ രീതിയിൽ അടിക്കുക. ഇങ്ങനെ മാറ്റി കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, ഇതിൽ നിന്ന് രക്ഷപ്പെടും. ഇങ്ങനെ ബോധം പോയി കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ പൾസ് ചെക്ക് ചെയ്യുക, കരോട്ടിഡ് പൾസ് എന്ന് പറയും. അതേ സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, റെസ്പിറേഷൻ നോക്കണം. ഇത് രണ്ടും ഈ പേഷ്യന്റിനില്ല, ഉടനടി CPR സ്റ്റാർട്ട് ചെയ്യണം. നമുക്കറിയാം, നമ്മുടെ ഈ ഒരു ഭാഗത്തായിട്ട് പുക്കിൾ കഴിഞ്ഞ് മുകളോട്ട് നീങ്ങി ഇവിടെ ഈ ഭാഗത്തായിട്ട് നമ്മുടെ കൈ ഇങ്ങനെ എന്ത് ചെയ്യുക, ലോക്ക് ചെയ്യുക. മേളിൽ പവറുള്ള ഹാൻഡ് വെച്ചതിന് ശേഷം കൃത്യം ഇങ്ങനെ ഒരു 90 ഡിഗ്രി, ഇതിങ്ങനെ നമ്മുടെ കൈ സ്ട്രെയിറ്റ് ആയിട്ട് 90 ഡിഗ്രി മെയിൻറ്റെയിൻ ചെയ്ത് 30 പ്രാവശ്യം 1 2 3 4 5 അങ്ങനെ ഒരു 6 സെന്റിമീറ്റർ വരെ താഴത്തേക്കാക്കി നമ്മൾ ഇത് ചെയ്യുക. 30 കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 ബ്രീത്തിങ് ചെയ്യണം. അത് നിങ്ങൾക്ക് അറിയുകയാണെങ്കിൽ മാത്രം ചെയ്താൽ മതി, ഇല്ലെങ്കിൽ CPR കണ്ടിന്യൂ ചെയ്തിരിക്കുക. അതുപോലെ തന്നെ നമ്മൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, 2 കാലും പൊക്കി നമ്മൾ ഒരു ഉയർന്ന വസ്തുവിൽ വെക്കണം. അതെന്തിനാണ്, രക്തോട്ടം കൂടുതലായിട്ട് ഹൃദയത്തിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. ഈ കറണ്ട് പിടിച്ച ഭാഗത്ത് മുറിവൊക്കെ പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ ഓയിൻമെന്റോ മറ്റ് ക്രീമുകളോ അപ്ലൈ ചെയ്യരുത്. ഇതിന് പകരം കൃത്യമായിട്ട് തണുത്ത വെള്ളം നമ്മൾ അപ്ലൈ ചെയ്യുക. വെള്ള കോട്ടൺ ഉപയോഗിച്ച് അവിടെ അമർത്തി കൊടുക്കുക.